വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. ടാലന്റ് ഇൻഫോസിസ് ഒരുക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ ഇൻട്രൊഡക്ഷൻ, മൈക്രോസോഫ്റ്റ് വിൻഡോയെ പറ്റി പരിചയപ്പെട്ടു. ഇന്ന് നമുക്ക് സം എങ്ങനെ കാണാം, ഒരു ഓട്ടോഫിൽ ഓപ്ഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെ, കാൽക്കുലേഷൻസ് എങ്ങനെ എക്സലിൽ നമുക്ക് ചെയ്യാം എന്നതിനെ പറ്റി ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ഫിൽ ഓപ്ഷനെ പറ്റിയിട്ടാണ്. ഓട്ടോഫിൽ ഓപ്ഷനെ പറ്റിയിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. ഇത് നമ്മുടെ മെനു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ഫിൽ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഞാനിവിടെ ഫസ്റ്റ് സെല്ലിൽ 1 എന്ന് ടൈപ്പ് ചെയ്തു. 1 എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിനെ സെലക്ഷൻ ചെയ്യുക. സെലക്ഷൻ ചെയ്തിട്ട് നമ്മുടെ ഹോം ടാബിൽ വരുന്ന ഫിൽ ഓപ്ഷൻ, ഹോം ടാബിൽ എഡിറ്റിംഗ് സെക്ഷനിലാണ് ഫിൽ ഓപ്ഷൻ വരുന്നത്. ആ ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. എനിക്കൊരു സീരീസ് ആണ് വേണ്ടത് എങ്കിൽ എന്ത് ചെയ്യണം, സീരീസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ഷൻ ചെയ്യുക. ദെൻ ഇവിടെ സ്റ്റെപ്പ് വാല്യൂ ചോദിച്ചിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് വാല്യൂവിൻ്റെ കൂടെ ഞാൻ 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ 1നോട് 1 വീതം ആഡ് ചെയ്തിട്ട് എനിക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഞാൻ 2 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്താണ്, 2 വീതം ആഡ് ചെയ്ത് കാണിക്കും. ദെൻ സ്റ്റോപ്പ് വാല്യൂ, ഞാൻ സ്റ്റോപ്പ് വാല്യൂവിൻ്റെ അവിടെ 10 ആണ് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ 10 കൊടുത്തു. ദെൻ ഓക്കെ. ലുക്ക് 1 to 10 വരെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. സപ്പോസ് ഞാൻ 5 ആണ് കൊടുക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ ഫില്ല് ആരോ എടുത്തു, സീരീസ് എടുത്തു. ഞാൻ ഇവിടെ സ്റ്റെപ്പ് വാല്യൂവിൻ്റെ അവിടെ 5 എന്ന് കൊടുത്തു. 5 എന്ന് കൊടുത്തിട്ട് ഇവിടെ കോളംസ് കൊടുത്തു. ഞാൻ സ്റ്റോപ്പിംഗ് വാല്യൂ കൊടുത്തില്ല, സീരീസ് എടുത്തു. ഞാനിവിടെ കോളംസ് കൊടുത്തു. ഇവിടെ ഞാൻ 5 എന്ന് കൊടുത്തു. ഞാൻ സ്റ്റെപ്പ് വാല്യൂ 5. ദെൻ സ്റ്റോപ്പ് വാല്യൂ ഞാനൊരു 50 കൊടുക്കുകയാണ്. ദെൻ ഓക്കെ. ലുക്ക് 5 വീതം ആഡ് ചെയ്ത് എന്ത് ചെയ്തു, 50 വരെ വന്നിട്ടുണ്ട്. അതർവൈസ് വേറൊരു മെത്തേഡ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ 8 ആണ് കൊടുക്കുന്നത്. 8 കൊടുത്തിട്ട് എനിക്ക് ഇവിടെ ഇത്രയാണ് എനിക്ക് ഫില്ല് ചെയ്യാനുള്ളത്. അത്രയും ഭാഗം എന്ത് ചെയ്യാം, സെലക്ഷൻ ചെയ്തിട്ട് ഫിൽ ഓപ്ഷനിൽ സീരീസിൽ എനിക്കിപ്പോൾ 1 വീതമാണ് ആഡ് ചെയ്യാനുള്ളതെങ്കിൽ 1 കൊടുക്കാം. എനിക്ക് 2 ആണ് ഞാൻ സ്റ്റെപ്പ് വാല്യൂ കൊടുക്കുന്നത്. ദെൻ എന്ത് കൊടുത്തു, സ്റ്റോപ്പ് വാല്യൂ ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ സെലക്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഏതുവരെയാണോ ഞാൻ സെലക്ഷൻ ചെയ്ത് വെച്ചത് അതുവരെ നമ്പേഴ്സ് എന്താവും, ഫില്ലാവും. ഇനി ഞാനിവിടെ 1 എന്ന് കൊടുത്തു. എനിക്ക് ഈ 1 തന്നെയാണ് ഫുള്ളും വേണ്ടതെങ്കിൽ എന്ത് ചെയ്യാം, ഈ 1 സെലക്ഷൻ ചെയ്തിട്ട് ഈ ഫിൽ എഫക്റ്റിൽ ഡൗൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഡൗണിലോട്ട് ആ 1 എന്നുള്ള നമ്പർ മാത്രം എന്ത് ചെയ്യും, ഫില്ലാവും. അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു പാറ്റേണിൽ ഇപ്പോൾ 1 വെച്ചിട്ടോ 2 വെച്ചിട്ടോ ആഡ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഏത് ഓപ്ഷൻ കൊടുക്കുക, സീരീസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഞാനിപ്പോൾ 10 എന്ന് ടൈപ്പ് ചെയ്തു, സെലക്ഷൻ ചെയ്തു, ഡ്രോപ്പ് ഡൗണിൽ സീരീസ് എടുത്തു. ഞാനിവിടെ സ്റ്റെപ്പ് വാല്യൂ 10 കൊടുത്തു, കോളംസ് കൊടുത്തു, സ്റ്റോപ്പ് വാല്യൂ 100 കൊടുത്തു. ഓക്കെ. അപ്പോൾ ആ 100 വരെയുള്ള ആ നമ്പർ സീരീസ് എന്താവും, ഡിസ്പ്ലേ ആവും. ഇതുപോലെ നമുക്ക് സൺഡേ മൺഡേ ഡേയ്സ് കൊടുക്കാം. ഞാൻ ഡേയ്സ് ഇപ്പോൾ സൺഡേ ആണ് കൊടുക്കുന്നത്. സൺഡേ കൊടുക്കുകയാണെങ്കിൽ സൺഡേ സെലക്ഷൻ ചെയ്തിട്ട് ഞാനിവിടെ സെലക്ഷൻ ചെയ്ത് വെക്കുകയാണ്. സൺഡേ സെലക്ട് ചെയ്തു. ദെൻ ഫിൽ എഫക്റ്റിൽ ഡൗൺ കൊടുക്കുകയാണ്. ഞാൻ ഡൗൺ കൊടുത്തപ്പോഴത്തേക്കും കണ്ടോ, സൺഡേ 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 എന്ന് മാത്രം എന്തായിട്ടുണ്ട്, അത് ഫില്ലായിട്ടുണ്ട്. ഞാൻ ഇനി വേറൊരു മെത്തേഡിൽ സൺഡേ കൊടുത്തിട്ട് ഞാനിവിടെ സെലക്ഷൻ ചെയ്തു. ദെൻ ഫിൽ എഫക്റ്റ് എടുത്തു, സീരീസിന്റെ അവിടെ ഞാൻ എന്താ ഓട്ടോ ഫിൽ ഓപ്ഷൻ കൊടുത്തു. സീരീസിന്റെ അവിടെ ഞാൻ ഡേയ്സ് കൊടുത്തത് കൊണ്ട് എനിക്ക് സ്റ്റെപ്പ് വാല്യൂ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓട്ടോ ഫിൽ കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കായിട്ട് ആ ഡേയ്സ് വരും. അല്ലാതെ ഞാൻ സൺഡേ മാത്രം സെലക്ഷൻ ചെയ്തിട്ട് ഇവിടെ ഡൗൺ കൊടുത്തു കഴിഞ്ഞാൽ ആ സൺഡേ എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റ് മാത്രമായിരിക്കും സെലക്ഷൻ ചെയ്ത സെല്ലിലോട്ട് ഡിസ്പ്ലേ ആയി കാണിക്കുന്നത്. എനിക്കൊരു ഓട്ടോഫിൽ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ആ ഒരു സീരീസിൽ കിട്ടും, സൺഡേ മൺഡേ. സപ്പോസ് ഞാനിപ്പോൾ ജാനുവരി ഫെബ്രുവരി ഞാൻ അതിൽ ഫെബ് മാത്രമേ കൊടുക്കുന്നു. ഫെബ് എന്ന് കൊടുത്തു. ഞാൻ ആ സെലക്ഷൻ ചെയ്തു. ഞാൻ കുറച്ച് സെൽ എന്ത് ചെയ്യുക, സെലക്ഷൻ ചെയ്ത് വയ്ക്കുക. ലോക്ക് ഞാൻ സെലക്ഷൻ ചെയ്തു. ദെൻ ഫിൽ എഫക്റ്റ്, സീരീസ്, ഓട്ടോഫിൽ ഓപ്ഷൻ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇപ്പൊ ഞാൻ ഏത് ഫോർമാറ്റാണോ കൊടുത്തത് അതേ ഫോർമാറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഡിസ്പ്ലേ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ ഓട്ടോഫിൽ ഓപ്ഷൻ യൂസ്ഫുൾ ആയിരിക്കും.
നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ ഒരു ഹെഡ്ലൈൻ വെക്കാൻ പറഞ്ഞു. നമ്പേഴ്സ് എന്ന് എനിക്കൊരു ഹെഡ്ലൈൻ കൊടുക്കണം, ഒരു ഹെഡർ കൊടുക്കണമായിരുന്നു, ഇതിനൊരു ഹെഡിങ് കൊടുക്കണം. അതിന് ഞാൻ വിട്ടുപോയി. അപ്പൊ എനിക്ക് എന്താണ്, ഇതിന്റെ മുകളിൽ ഒരു റോ കൂടെ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതിന് എന്ത് ചെയ്യാം, ഇൻസേർട്ടില് ഹോം ടാബിൽ ഇൻസേർട്ട് ഓപ്ഷനിൽ ഇൻസേർട്ട് റോ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് അതിന്റെ അപ്പ് പൊസിഷനിൽ എന്താണ്, നമുക്കൊരു റോ അവിടെ ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇപ്പൊ റോ എപ്പോഴും ഇൻസേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ എവിടെയാണോ കഴ്സർ പ്ലേസ് ചെയ്യുന്നത് അതിന്റെ മുകളിലായിരിക്കും, ടോപ്പിലായിരിക്കും റോ ഇൻസേർട്ട് ആയി വരുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടി എനിക്ക് ഇവിടെയാണ് ഒരു റോ ഇൻസേർട്ട് ചെയ്യേണ്ടതെങ്കിൽ എന്ത് ചെയ്യാം, ഇൻസേർട്ട് റോ, ഇൻസേർട്ട് ഷീറ്റ് റോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ അവിടെ എന്താണ്, ഫുൾ റോ ഇൻസേർട്ട് ആയി വരും. ദെൻ എനിക്കൊരു സെല്ലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഇവിടെ 14 മുകളിലായിട്ട് എനിക്കൊരു സെൽ ഇൻസേർട്ട് ചെയ്യണം. അങ്ങനെയുണ്ടെങ്കിൽ എന്ത് കൊടുക്കാം, ഇൻസേർട്ട് സെൽ. ദെൻ ഓക്കെ, ലുക്ക്, ഒരു സെല്ല്, ബാക്കി കണ്ടന്റിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്, ഫുൾ ആ ഒരു ലൈനിലുള്ള കണ്ടന്റ് ഫുള്ളും മാറിയിട്ടാണ് ഒരു റോ അവിടെ ഇൻസേർട്ട് ആകുന്നത്. എന്നാൽ ഞാനൊരു സെല്ല് കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ്, ആ കണ്ടന്റ് ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് സെല്ലിലോട്ട് പോയിട്ട് എനിക്ക് അവിടെ ഒരു ന്യൂ സെല്ല് ഇൻസേർട്ടായി വരികയാണ്. സപ്പോസ് എനിക്ക് ഇവിടെ ഒരു കോളമാണ് വേണ്ടത് എങ്കിൽ എന്ത് ചെയ്യാം, ഇൻസേർട്ട് ഷീറ്റ് കോളം. ഓക്കെ, അപ്പൊ കോളം കൊടുത്തു കഴിയുമ്പോൾ അത് എപ്പോഴും സെലക്ഷൻ ചെയ്ത പാർട്ടിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടും, റോ കൊടുക്കുകയാണെങ്കിൽ സെലക്ഷൻ ചെയ്ത പാർട്ടിന്റെ ടോപ്പിലോട്ടും, സെല്ല് കൊടുക്കുന്നെങ്കിലും സെലക്ട് ചെയ്ത പാർട്ടിന്റെ ടോപ്പിൽ, ഈ ഒരു പൊസിഷനിലായിരിക്കും എക്സൽ ഷീറ്റിൽ നമുക്കൊരു റോസ് ആയാലും കോളംസ് ആയാലും സെല്ലായാലും ഇൻസേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ദെൻ അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതായത് ഞാനിപ്പോൾ ഇവിടെ ഒരു സെല്ലില് ഞാനിപ്പോൾ ഒരു മാർക്ക് ലിസ്റ്റ് എടുക്കാം. ഓക്കെ, ഞാനിവിടെ ഒരു മാർക്ക് ലിസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ ആ മാർക്ക് ലിസ്റ്റ് എടുത്തു. എനിക്കിവിടെ മാർക്ക് ലിസ്റ്റ് എന്നൊരു ഹെഡിങ് കൊടുക്കണം. ഞാനിവിടെ ഹെഡിങ് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ഓപ്ഷൻ എടുക്കാം, ഇവിടെ ഇൻസേർട്ടില് ഇൻസേർട്ട് ഷീറ്റ് റോ എടുത്തു. ഞാൻ മാർക്ക് ലിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുകയാണ്. മാർക്ക് ലിസ്റ്റ്, എനിക്ക് മാർക്ക് ലിസ്റ്റ് എന്നുള്ളത് കുറച്ചും കൂടെ എന്ത് ചെയ്യാം, ഈ ഒരു മാർക്ക് ലിസ്റ്റ് ഞാനൊരു ഇയറും കൂടെ കൊടുക്കുകയാണ്. 2021 2022 എന്ന് കൊടുത്തു. ലോക്ക്, ഇത് ഒരു സെല്ലിലെ കണ്ടന്റ് ആണ്. ഞാൻ നെക്സ്റ്റ് സെല്ല് എടുക്കുമ്പോഴത്തേക്ക് നെക്സ്റ്റ് സെല്ലിൽ എന്തെങ്കിലും കണ്ടന്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടന്റ് അവിടെ നിന്ന് മാറിപ്പോകും. ഇതെന്താണ്, ഈ സെല്ലിലുള്ള കണ്ടന്റ് ആണ്. നമുക്കത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഫോർമുല ബാറിൽ കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇത് അടുത്ത സെല്ലാണ്. അപ്പൊ എനിക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഒറ്റ ഇതാക്കാം. ഒരു സെല്ലിനകത്ത് തന്നെ ഈ കണ്ടന്റിനെ എനിക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ഷൻ ചെയ്തിട്ട് റാപ്പ് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഈ റാപ്പ് ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, ആ കണ്ടന്റ് എല്ലാം കൂടി ഒറ്റ സെല്ലിനകത്ത് ഫിറ്റ് ആയി നിൽക്കും. ഓട്ടോമാറ്റിക്കായിട്ട് നെക്സ്റ്റ് ലൈനിൽ വന്ന് ഫിറ്റ് ആവും. അതല്ല എനിക്ക് ഈ 2 ലൈനിലും കൂടെ അതിനെ ഫില്ല് ചെയ്ത് വേണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സെലക്ഷൻ ചെയ്തിട്ട് മെർജ് സെൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇപ്പോൾ എനിക്ക് 2 സെല്ല് തികയത്തില്ല. ഞാൻ എന്ത് ചെയ്തു, ഒരു 4 സെൽസ് എടുത്തു. ദെൻ മെർജ് സെല്ല് കൊടുത്തു, റാപ്പ് ടെക്സ്റ്റ് കൊടുത്തു, ഞാൻ മെർജും ചെയ്തു. മെർജ് ചെയ്തപ്പോഴത്തേക്കും കണ്ടോ, ഇനി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിന്റെ ബോട്ടത്തിലാണ്, ആ സെല്ലിന്റെ ബോട്ടത്തിലാണ് കണ്ടന്റ് വന്ന് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം, അതിന്റെ സെന്റർ കൊടുക്കാം. നമ്മുടെ അലൈൻമെന്റിൽ സെന്റർ പൊസിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ മാർക്ക് ലിസ്റ്റ് ഹെഡിങ് എന്തായി, ഇപ്പോൾ സെന്ററിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ നെയിമിന്റെ അവിടെ നെയിം ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് കൊടുത്തു. നെയിം ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് കൊടുത്തു. ഇപ്പൊ ആ ഒരു കണ്ടന്റ് ഒരു സെല്ലിനേക്കാളും കൂടിയിട്ടുണ്ട്. ലോക്ക്, എനിക്ക് നെയിം ഓഫ് വരെ കാണാൻ പറ്റുന്നുള്ളൂ, ബാക്കി കാണാൻ പറ്റുന്നില്ല. അത് സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഫോർമുല ബാറിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിനെ എനിക്ക് എന്ത് ചെയ്യാം, ഒരു സെല്ലിൽ തന്നെ ഫിറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ മെർജ് റാപ്പ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കാം. ഏത് ഓപ്ഷൻ കൊടുക്കാം, റാപ്പ് ടെക്സ്റ്റ്. ഞാൻ റാപ്പ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ, ആ ഒരു കണ്ടന്റ് ഫുള്ളും എന്താണ്, ഒറ്റ സെല്ലിലായിട്ട് ഫിറ്റായി നിൽക്കുന്നതായിട്ട് കാണാം. ഓക്കെ,
ഇതിൻ്റെ അടുത്ത് സീരിയൽ നമ്പർ. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്പേഴ്സ് ഫില്ല് ചെയ്യാൻ പറ്റും. ഇവിടെ എനിക്ക് സീരിയൽ നമ്പേഴ്സ് ഞാൻ ഇവിടെ 1 എന്ന് ടൈപ്പ് ചെയ്തു. എനിക്ക് 1 2 3 സീരിയൽ നമ്പേഴ്സ് ആണ് വേണ്ടത്. ദെൻ 1 എന്ന് കൊടുത്തു. ബാക്കി സെല്ലുകൾ ഞാൻ എന്ത് ചെയ്യുക, സെലക്ഷൻ ചെയ്യുകയാണ്. എനിക്ക് ഇവിടം വരെ കൊടുക്കണം. സോ ഞാനിത് ക്ലിക്ക് ചെയ്തു, സെലക്ഷൻ ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ വിനീത വരെ സെലക്ഷൻ ചെയ്തു. ഫിൽ ഓപ്ഷൻ എടുത്തു, സീരീസ്. ഞാൻ സ്റ്റെപ്പ് വാല്യൂ 1 കൊടുത്തു, കാരണം എനിക്ക് 1 വീതം ആഡ് ചെയ്താണ് കിട്ടേണ്ടത്. സോ 1 കൊടുത്തു, ഓക്കെ കൊടുത്തു. ലുക്ക്, അതുവരെ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായിട്ടുണ്ട്, നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. ദെൻ അടുത്ത ഓപ്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ടോട്ടൽ കാണണം. ടോട്ടൽ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ കൊടുക്കും അല്ലേ. ഫോർമുല ആൻഡ് ഫംഗ്ഷൻ. ഫോർമുല എന്ന് വെച്ചാൽ എന്താണ്, ഫോർമുലാസ് ആർ യൂസ്ഡ് ടു പെർഫോം കാൽക്കുലേഷൻസ് ഇൻ എ വർക്ക്ഷീറ്റ്. ഒരു വർക്ക്ഷീറ്റിൽ നമുക്ക് കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, ഫോർമുല കൊടുക്കാം. ഓൾ ഫോർമുല മസ്റ്റ് ബിഗിൻ വിത്ത് ആൻ ഈസ് ഈക്വൽ ടു സൈൻ. എല്ലാ ഫോർമുലയും തുടങ്ങുന്നത് ഒരു ഈക്വൽ ടു സൈനിലായിരിക്കും. അതുപോലെ തന്നെ ഈ ഫോർമുലയ്ക്ക് തന്നെ കോൺസ്റ്റന്റ് വാല്യൂസ് ഒന്നുണ്ട്. കോൺസ്റ്റന്റ് വാല്യൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ 5 or 100 നമ്പേഴ്സ് കൊടുക്കുന്നത്, ആ നമ്പേഴ്സ് കൊടുക്കുന്നതിന് എന്ത് പറയും, കോൺസ്റ്റന്റ് വാല്യൂസ് എന്ന് പറയും. സെൽ റെഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഫോർമുല കൊടുത്തിട്ട് എന്താണ്, നമ്പർ ടൈപ്പ് ചെയ്യുന്നതിന് പകരം ആ കണ്ടന്റ് ഉള്ള സെല്ലിനെ സെലക്ഷൻ ചെയ്ത് കൊടുക്കും. അതിനെ എന്താ പറയുന്നത്, സെൽ റെഫറൻസ് എന്ന് പറയും. ഇപ്പോൾ സപ്പോസ് ഞാനിവിടെ ഈസ് ഈക്വൽ ടു കൊടുത്തിട്ട് എനിക്ക് ഇത്രയും മാർക്സ് ആഡ് ചെയ്യണം. ഞാൻ 38 പ്ലസ് 49 പ്ലസ് 47 പ്ലസ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് എൻ്റർ കൊടുക്കുമ്പോൾ എനിക്ക് ആഡ് നമ്പർ കിട്ടും. പക്ഷേ ഇത് എന്ത് മെത്തേഡിലാണ് ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തത്, കോൺസ്റ്റന്റ് വാല്യൂസ് ആയിട്ടാണ് ഞാൻ കൊടുത്തത്. ബട്ട് എനിക്ക് സെൽ റെഫറൻസ് ആയിട്ട് കൊടുക്കാം. സെൽ റെഫറൻസ് ആയിട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണ്, ഞാൻ അതായത് ഈസ് ഈക്വൽ ടു കൊടുത്തിട്ട് ഞാൻ ഈ സെല്ലിനെ സെലക്ഷൻ ചെയ്യും. ഈ സെലക്ഷൻ ചെയ്ത് കൊടുക്കുന്നതിന് എന്ത് പറയും, സെൽ റെഫറൻസ് എന്ന് പറയും. അതിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ ഫസ്റ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഒരു ഓപ്പറേറ്റർ ആഡ് ചെയ്തു, പ്ലസ്. ആ ഓപ്പറേറ്ററിനെ എന്ത് പറയും, ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. ഇപ്പോൾ നമുക്കൊരു സം കാണണം. സം കാണണമെങ്കിൽ ഫസ്റ്റ് ഒന്നുകിൽ നമുക്ക് കോൺസ്റ്റന്റ് വാല്യൂസ് കൊടുത്തിട്ട് ഓപ്പറേറ്റർ കൊടുത്ത് ചെയ്യാൻ സാധിക്കും. അതർവൈസ് നമുക്ക് എന്ത് ചെയ്യാം, സെൽ റെഫറൻസ് കൊടുത്തിട്ട് ഏത് സെല്ലിലാണോ കണ്ടന്റ് ഉള്ളത് ആ സെൽ റെഫറൻസ് കൊടുത്ത് അതോടൊപ്പം തന്നെ നമുക്ക് ഓപ്പറേറ്ററും കൊടുത്തിട്ട് എന്ത് ചെയ്യാം, സം കാണാനായിട്ട് സാധിക്കും. ദെൻ ഒരു ഫോർമുല എന്ന് പറയുമ്പോൾ ഒരു ഫോർമുലയ്ക്ക് ഫോർമുല എന്ന് പറയുമ്പോൾ നമ്മൾ സപ്പോസ് സിമ്പിൾ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് എന്ത് പറയാം, ഫോർമുല എന്ന് പറയാം. ഞാൻ ഇവിടെ കൊടുത്തത് ഒരു ഫോർമുലയാണ്, അതായത് എനിക്ക് ആഡ് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്തു, ഈസ് ഈക്വൽ ടു കൊടുത്തിട്ട് ആ നമ്പേഴ്സ് കൊടുത്തു. അതൊരു ഫോർമുലയാണ്, നമുക്ക് തന്നെ അറിയാം എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സി എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈസ് ഈക്വൽ ടു കൊടുത്തു. എനിക്ക് സെൽ റെഫറൻസും കൊടുക്കാം. സെല്ല് സെലക്ട് ചെയ്യുക, പ്ലസ് കൊടുക്കുക, അടുത്ത സെൽ സെലക്ട് ചെയ്തു, ആഡ് കൊടുത്തു. ഇത് ഒരു സെൽ റെഫറൻസ് ആണ്, ആ സെല്ലിന്റെ കണ്ടന്റ് ആണ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. ആ ഒരു റെഫറൻസ് ഞാനിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണ്. കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു, എൻ്റർ കൊടുത്തു. എനിക്കിതിൻ്റെ ആൻസർ കിട്ടി. ഞാനത് ചെയ്തിരിക്കുന്നത് ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ്. ഇനി ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ ആഡ് ചെയ്യണമെങ്കിൽ അതിനൊരു ഫംഗ്ഷൻ ഒരു നെയിം ഉണ്ട്. ആ ഒരു ഫംഗ്ഷൻ നെയിമും ഒരു ആർഗ്യുമെന്റുമായിട്ട് ഇത്ര നമ്പേഴ്സ് തമ്മിൽ എനിക്ക് ആഡ് ചെയ്ത് കിട്ടണം. അങ്ങനെ കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻസ് ആർ പ്രീ ഡിഫൈൻഡ് ഫോർമുല ദാറ്റ് പെർഫോംസ് കാൽക്കുലേഷൻസ് യൂസിങ് സ്പെസിഫിക് വാല്യൂസ് ഇൻ എ പർട്ടിക്കുലർ ഓർഡർ. ആ ഒരു ഓർഡറിൽ സ്പെസിഫിക് വാല്യൂസിന് ഒരു ഫംഗ്ഷൻ നെയിം കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എന്ത്, ഫംഗ്ഷൻസ്. In Excel includes many functions that can be useful for quickly finding the sum, average, count, maximum value, minimum value of a range of cells. നമുക്ക് മാക്സിമം, മിനിമം അല്ലെങ്കിൽ ഒരു സെല്ലിലുള്ള നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ, ഒരു ഷീറ്റിലുള്ള എത്ര നമ്പർ കണ്ടന്റ് ഉണ്ട് അങ്ങനെയുള്ളത് കൗണ്ട് ചെയ്യാനും അതോടൊപ്പം തന്നെ ആവറേജ്, സമ്മ് ഇങ്ങനെയുള്ള ഇത് കാണാനായിട്ട് പ്രത്യേകം ഫങ്ഷൻസ് നമ്മുടെ എക്സലിലുണ്ട്. എല്ലാ ഫങ്ഷൻസിനും ഒരു ഫങ്ഷൻ നെയിമും കാണും, ആർഗ്യുമെന്റും കാണും. ഫങ്ഷൻ നെയിം എന്ന് പറയുമ്പോൾ ഇപ്പൊ സപ്പോസ് എനിക്ക് ഇത്രയും നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പൊ ആഡ് ചെയ്യാനുള്ള ഒരു ഫങ്ഷൻ എന്ന് പറയുമ്പോൾ സം ഫങ്ഷൻ ആണ്. എപ്പോഴും ഫങ്ഷൻ നെയിമിൽ ഒരു ഈസ് ഈക്വൽ ടുവും കാണും, ഫങ്ഷൻ നെയിമും കാണും. അതായത് ഈസ് ഈക്വൽ ടു
ഇങ്ങനെ സം എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. എനിക്ക് സം ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഞാൻ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ സമ്മും ബ്രാക്കറ്റും വരും. അതല്ലെങ്കിൽ എനിക്ക് സമ്മും ബ്രാക്കറ്റും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ നെയിം പാർട്ടിൽ വരുന്നത്. ഇനി അടുത്ത് ഞാൻ കൊടുക്കാൻ പോകുന്നത് ആർഗ്യുമെന്റ് ആണ്. അതായത് എനിക്ക് ഏതൊക്കെ നമ്പേഴ്സ് തമ്മിലാണ് ആഡ് ചെയ്യാനുള്ളത് ആ നമ്പേഴ്സ് എന്ത് ചെയ്യാം, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഒരിക്കൽ കൂടെ ഞാൻ ഈക്വൽ ടു കൊടുത്തു, എസ് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒത്തിരി ഫങ്ഷൻസ് ഇവിടെ ഉണ്ട്. ഞാൻ SU കൊടുത്തു, ഡബിൾ ക്ലിക്ക് ചെയ്തു. എനിക്കിത് ഇത്രയും നമ്പേഴ്സാണ് ആഡ് ചെയ്യാനുള്ളത്, അത് അത്രയും സെലക്ഷൻ ചെയ്തു. അടുത്ത് എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് 0 പ്രസ് ചെയ്താൽ മതി. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കൊടുത്തു. ഞാൻ ഈ ഫസ്റ്റ് ചെയ്ത മെത്തേഡ് സെലക്ഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫോർമുലയിൽ കാണാനായിട്ട് സാധിക്കും. ഇത് ഞാൻ ആ ഓപ്പറേറ്ററും കൊടുത്തു, ഒരു ഫോർമുല യൂസ് ചെയ്തതാണ്. പ്ലസ് ഇട്ടിട്ട് നമ്മൾ ഫംഗ്ഷൻ എക്സൽ ഫംഗ്ഷൻ വെച്ച് ചെയ്തതെന്ന് പറയുമ്പോൾ ഈ ഒരു മെത്തേഡാണ്. ഈക്വൽ ടു സം C4 ഈസ് I4 ആണ്, 14 അല്ല I4 ആണ് എഴുതിയിരിക്കുന്നത്. ഇനി വേറൊരു മെത്തേഡ് ഉണ്ട്. എനിക്കിപ്പോ സപ്പോസ് ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, എനിക്ക് ലാംഗ്വേജസിന്റെ മാർക്ക് മാത്രം ആഡ് ചെയ്താൽ മതി. എങ്കിൽ എന്ത് ചെയ്യാം, ഈക്വൽ ടു കൊടുത്തിട്ട് സം കൊടുക്കണം. സം കൊടുത്ത് ഓപ്പണിംഗ് ബ്രാക്കറ്റ് ഇട്ടിട്ട് എനിക്ക് ഇംഗ്ലീഷും മലയാളവും ആഡ് ചെയ്യണം. ഞാൻ ഇംഗ്ലീഷും മലയാളവും സെലക്ട് ചെയ്തു. ദെൻ ഒരു ഹൈഫൺ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹിന്ദി കൂടെ ആഡ് ചെയ്യണം. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഇപ്പൊ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സെൽ അഡ്രസ്സിൽ C4, D4, F4. ദെൻ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ 3 സബ്ജക്ട്സിന്റെ മാർക്സ് മാത്രമേ ആഡ് ആയിട്ട് വരൂ. ഓക്കെ, ദെൻ ഇനി എനിക്ക് ഇതേ ഫോർമുല തന്നെയാണ് എല്ലാ സെല്ലിലും റിപ്പീറ്റ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിനെ ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ ഫോർമുല യൂസ് ചെയ്ത് ക്ലിക്ക് ചെയ്തതിനെ ഞാൻ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ലോക്ക് ഞാൻ ഫിൽ ഹാൻഡിൽ യൂസ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുത്താലും എനിക്ക് സെയിം മെത്തേഡ് തന്നെയാണ്. ഞാൻ ഇത് ആൻസർ എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ സെൽ അഡ്രസ് മാറുന്നുണ്ട്. കണ്ടോ, ഈ 12 ആണ് ഇവിടുത്തെ ടോട്ടൽ എന്ന് പറയുമ്പോൾ C12, D12, E12 അങ്ങനെ വരും. ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ്, ആ സെല്ല് അവിടെ നിന്ന് മാറുന്നുണ്ട്. ഇനി ഞാൻ ഫംഗ്ഷൻ യൂസ് ചെയ്തതായാലും എനിക്ക് എന്ത് ചെയ്യാം, ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. സെയിം യൂസ് തന്നെയാണ്. ഞാനിവിടെ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യുകയാണ്. ഈക്വൽ ടു സം ഓപ്പണിംഗ് ബ്രാക്കറ്റ് നമ്പർ റേഞ്ച് സെലക്ഷൻ ചെയ്ത് കൊടുത്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ കൊടുത്തു. ഇനി ഇത് തന്നെ എനിക്ക് എന്ത് ചെയ്യാം, ഡ്രാഗ് ചെയ്ത് ഞാൻ കൊടുക്കുകയാണ്. ലോക്ക് കണ്ടോ, ഇതെന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു C7 മുതൽ I7 വരെയുള്ളത് അങ്ങനെ നമുക്ക് ഡ്രാഗ് ചെയ്തായാലും വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാം, ഇക്വേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ എനിക്ക് ഇതിന്റെ പെർസെൻറ്റേജ് കാണണം. ഇതിന്റെ പെർസെൻറ്റേജ് കാണാനായിട്ട് എന്ത് ചെയ്യണം, എങ്ങനെയാണ് പെർസെൻറ്റേജ് കാണുന്നത്, ടോട്ടൽ ഡിവൈഡഡ് ബൈ ഗ്രാൻഡ് ടോട്ടൽ. ദെൻ അതിനെ എന്ത് ചെയ്യുക, 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പൊ ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്രയാണ്, ഈ വരുന്ന ടോട്ടലാണ്. ഞാൻ ഈക്വൽ ടു ടോട്ടൽ കൊടുത്തു. ടോട്ടൽ അടുത്ത് ഡിവൈഡഡ് ബൈ എന്താണ്, ഗ്രാൻഡ് ടോട്ടൽ. ഗ്രാൻഡ് ടോട്ടൽ എന്ന് പറയുമ്പോൾ 100, 200, 300, 350 ആണ് വരുന്നത്. 200, 350, 350 കൊടുത്തു, എൻ്റർ കൊടുത്തു. ഇതിപ്പോ പെർസെൻറ്റേജ് ആയിട്ടില്ല, എനിക്ക് ഇനി പെർസെൻറ്റേജ് ആണ് വേണ്ടത്. ഞാൻ ബാക്കി താഴോട്ടുള്ള കോളംസും കൂടെ ഡ്രാഗ് ചെയ്തു, സെലക്ഷൻ ചെയ്തിട്ട് നമ്മുടെ നമ്പറിൽ എന്ത് കൊടുത്താൽ മതി, പെർസെൻറ്റേജ് കൊടുത്താൽ മതി. അതിന്റെ പെർസെൻറ്റേജ് എനിക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് ആവറേജ് എങ്ങനെ കാണുന്നതെന്ന് നോക്കാം. ആവറേജ് കാണാനായിട്ട്, ആവറേജ് എന്ന് വെച്ചാൽ ശരാശരി, ഒരു കുട്ടിയുടെ ശരാശരി മാർക്ക് എത്രയാണെന്ന് കാണണം. അതിന് എക്സലിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പം, ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈക്വൽ ടു ആവറേജ്. എന്നിട്ട് ഏതൊക്കെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സിന്റെ ആവറേജ് ആണ് കാണേണ്ടത്, ആ നമ്പേഴ്സ് എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഞാൻ കൊടുക്കുന്നത് നോക്കുക, ഈക്വൽ ടു ആവറേജ്. ആവറേജ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊടുക്കുക. ദെൻ എനിക്ക് ഇത്രയും സബ്ജക്ട്സിന്റെ ആവറേജ് ആണ് കാണേണ്ടത്. ആ സബ്ജക്ട്സ് എന്ത് ചെയ്യുക, സെലക്ഷൻ ചെയ്ത് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കൊടുത്താൽ മതി. ആവറേജ് എന്ന് പറയുമ്പോൾ എത്രയാണ്, 44.28. എനിക്ക് ആ ഡെസിമൽ പ്ലേസ് വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് ആ ഡെസിമൽ മാറ്റാനായിട്ട് സാധിക്കും. ലോക്ക് എനിക്ക് ഇതിന്റെ ഡെസിമൽ പ്ലേസ് വേണ്ട എന്നുണ്ടെങ്കിൽ
സെലക്ഷൻ ചെയ്തിട്ട് ഞാൻ സെലക്ഷൻ ചെയ്തു. ദെൻ ഇവിടെ നമ്പേഴ്സിൽ മോർ നമ്പർ ഫോമാറ്റ് എടുത്തിട്ട് ആ ഡെസിമൽ പ്ലേസ് എന്നുള്ളത് നമ്പറിന്റെ ഡെസിമൽ പ്ലേസ് ഞാൻ 0 കൊടുക്കുകയാണ്. ഓക്കെ, ലോക്ക്. അപ്പോൾ ഡെസിമൽ പ്ലേസ് ഇല്ലാതെ കാണാം. അപ്പം ഞാനിതിപ്പോൾ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്താണ് ചെയ്തത്. അത് ഏത് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് ഫോർമുല ബാർ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഈക്വൽ ടു ആവറേജ്, ഏത് മുതൽ ഏത് വരെയുള്ള സെല്ലിന്റെ ആവറേജ് ആണ് കാണേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഫോർമുല യൂസ് ചെയ്ത് ചെയ്യാം. എങ്ങനെയാണ്? ഈക്വൽ ടു ആവറേജ് എന്ന് ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സബ്ജക്റ്റ്. നമ്പർ ഓഫ് സബ്ജക്റ്റ് ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2, 3, 4, 5, 6, 7. ഞാൻ 7 കൊടുത്തു, എൻട്രി കൊടുത്തു. സെയിം അല്ലേ വന്നത്? അപ്പൊ നമുക്കൊരു ഫോർമുല യൂസ് ചെയ്തിട്ടാണെങ്കിൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ 7 എന്ന് കൊടുക്കാം. 7 സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ 7 എന്ന് കൊടുത്തു. ഇനി ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണെങ്കിൽ എങ്ങനെയാണ് ആവറേജ് കാണുക? ആവറേജ് കാണാനായിട്ട് ഈക്വൽ ടു ആവറേജ് നമ്പർ ഡ്രാഗ് ചെയ്ത് കൊടുക്കണം, ദെൻ ബ്രാക്കറ്റ് കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്തത് എനിക്ക് മാക്സിമം മാർക്ക് കാണണം. ഇതിൽ ഒരു കുട്ടിക്കുള്ള മാക്സിമം മാർക്ക് എനിക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ മാക്സിമം മാർക്ക് കാണണം. എനിക്ക് മാക്സിമം മാർക്ക് കാണാനായിട്ട് ഈക്വൽ ടു മാക്സ്, അതിന്റെ സിൻടാക്സ് എന്ന് പറയുമ്പോൾ ഈക്വൽ ടു മാക്സ് ഓപ്പണിംഗ് ബ്രാക്കറ്റ് നമ്പർ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക, ക്ലോസ് ചെയ്ത് എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ ആതിര എന്ന് പറയുന്ന കുട്ടിയുടെ മാക്സിമം മാർക്ക് എന്ന് പറയുമ്പോൾ 49 മാർക്സ് ആണ്. എനിക്കത് ബാക്കി സെല്ലിലും കൂടെ ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യാം? ഡ്രാഗ് ചെയ്ത് കൊടുത്ത് ഫില്ല് ചെയ്യാം. അപ്പൊ ഓരോ കുട്ടിയുടെയും മാക്സിമം മാർക്ക് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ലുക്ക്. മിന്നു എന്ന് പറയുന്ന കുട്ടിയുടെ മാക്സിമം മാർക്ക് എന്ന് പറയുമ്പോൾ 46 ആണ്. അപ്പൊ മാക്സിമം കാണാനുള്ള സിൻടാക്സ് എന്താണ്? ഈക്വൽ ടു മാക്സ്, ദെൻ സെൽ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക, ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് ബ്രാക്കറ്റും അതോടൊപ്പം ആഡ് ചെയ്യണം. ദെൻ എനിക്ക് മിനിമം കാണണം. മിനിമം ഒരു കുട്ടിക്ക് ഒരു സബ്ജക്റ്റിന് കിട്ടിയ മിനിമം മാർക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈക്വൽ ടു മിൻ, അതിന്റെ സിൻടാക്സ് എന്താണ്? ഈക്വൽ ടു മിൻ, ദെൻ ഓപ്പണിംഗ് ബ്രാക്കറ്റ് കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻട്രി കൊടുക്കുക. അപ്പോൾ മിനിമം മാർക്ക് എന്ന് പറയുമ്പോൾ 38, മാക്സിമം മാർക്ക് എന്ന് പറയുമ്പോൾ 49 ആണ്. ഇനി എനിക്ക് ഫിൽ ഹാൻഡിൽ യൂസ് ചെയ്തിട്ട് സെയിം ഇക്വേഷൻ അല്ലേ, ഞാൻ താഴോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് എന്താണ്? അത് സെയിം ഫുള്ളായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിച്ചത് എന്തൊക്കെയാണ്? സം കാണാനുള്ള സിൻടാക്സ് എന്താണ്? ഈക്വൽ ടു സം ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ദെൻ സെൽ റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ദെൻ മിനിമം കാണാനായിട്ടാണെങ്കിൽ മിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യും, മാക്സിമം കാണാനായിട്ടാണെങ്കിൽ മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യും. അപ്പോൾ ഇത് ഇത്രയും എല്ലാവരും ഇന്ന് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഒരു ബോർഡർ വേണം. ഇപ്പോൾ എക്സൽ ഷീറ്റ് പ്രിന്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ കോളംസോ റോസോ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. വെറും പ്ലെയിൻ പേപ്പറിൽ കണ്ടന്റ് മാത്രമേ കിട്ടൂ. അപ്പോൾ എനിക്കൊരു ബോർഡർ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എനിക്ക് സെലക്ഷൻ ചെയ്തിട്ട് ബോർഡർ വേണ്ട ഭാഗങ്ങൾ സെലക്ഷൻ ചെയ്യാം. സെലക്ഷൻ ചെയ്തിട്ട് ഇവിടെ ബോർഡർ ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ എന്ത് കൊടുക്കുന്നു? എനിക്ക് തിക്ക് ബോക്സ് ബോർഡർ മതിയെങ്കിൽ കണ്ടോ, ഒരു ബോക്സ് ബോർഡർ ആ കണ്ടന്റിന്റെ 4 സൈഡിലായിട്ട് ഒരു ബോർഡർ എനിക്ക് ഡിസ്പ്ലേ ആയി കാണിക്കും. എന്നാൽ ഇത് എനിക്ക് പ്രിന്റ് എടുക്കുന്ന ടൈമിൽ ഡിസ്പ്ലേ ആവുന്നതാണ്. ഞാൻ പ്രിന്റ് പ്രിവ്യൂ എടുത്ത് കാണിക്കാം. ലുക്ക്, ആ ഒരു ബോർഡർ എനിക്ക് ഷോ ചെയ്യും. അല്ലാതെ ഈ കാണുന്ന ഗ്രിഡ്സ് കോളംസോ റോസോ നമുക്ക് പ്രിന്റ് എടുക്കുമ്പോൾ കിട്ടുന്നില്ല. സോ ഇത്രയും ഫങ്ഷൻസ് എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.